നിങ്ങൾ വായിൽ സ്വർണ്ണക്കിണ്ടിയായിട്ട് ജനിച്ചവനെന്ന് കേട്ടിട്ടുണ്ടോ? അപ്പൊ എന്റെ പോപ്പി ഇന്ന് വായിൽ സ്വർണ്ണക്കിണ്ടി വെച്ചിട്ടാണ് പാല് കുടിക്കുന്നത് കേട്ടോ. ആദ്യമേ ഞാനൊരു ബിസ്ക്കറ്റ് കാണിച്ചവനെ കൊതിപ്പിച്ചിട്ട് അത് തറയിലിട്ട്. അതിനുശേഷം ദാ ഇതിനകത്തുള്ള പാല് കുറേശ്ശെ കുറേശ്ശെ അവന്റെ വായ്ക്കകത്തേക്ക് ഒഴിക്കുകയാണ് കേട്ടോ. അപ്പൊ നിങ്ങൾ വിചാരിക്കും എനിക്ക് വട്ടാണോ എന്ന്. വട്ടല്ല, അവനൊരു 10-15 ദിവസമായിട്ട് പനിയും ചുമയൊക്കെയാണ് കേട്ടോ. ആശുപത്രിയിൽ നിന്ന് മരുന്ന് കിട്ടിയതാണ്. എങ്ങനെ കൊടുക്കുമെന്ന് എത്ര ആലോചിച്ചിട്ടും എനിക്ക് മനസ്സിലായില്ല. സാധാരണ സിറിഞ്ചിലാണ് നമ്മൾ ഈ കോഴിക്കൊക്കെ മരുന്ന് വായ്ക്കകത്തോട്ട് അടിച്ച് കൊടുക്കുന്നത്. പക്ഷേ ഇവന്റെ കൊടുക്കാനായിട്ട് നോക്കിയപ്പോൾ സിറിഞ്ച് കണ്ടില്ല. പെട്ടെന്ന് ഞാൻ ഈ കളയാൻ വെച്ചിരുന്ന കിണ്ടി ഉണ്ട് കേട്ടോ. കളയാനല്ല, ആക്രിക്ക് കൊടുക്കാൻ വെച്ചിരുന്നതാണ്. ഒരു കിണ്ടി വാങ്ങിയതാണ്. അപ്പോഴത്തേക്ക് കുറേ നാളായി, ഇത് വർഷങ്ങൾക്ക് മുമ്പ് വാങ്ങിയതാണ്. അതിനകത്ത് ഓട്ട ആയതുകൊണ്ട് അത് ഓട്ടയായിരുന്നു ഓൾറെഡി. അപ്പോൾ അത് ആക്രിക്ക് കൊടുക്കാൻ വേണ്ടി ഇട്ടിരുന്നതാണ്. അപ്പോൾ അതിനകത്ത് മരുന്ന് കലക്കി കുറേശ്ശെ കുറേശ്ശെ കൊടുത്തു കഴിഞ്ഞിട്ട് കൈയൊക്കെ സോപ്പിട്ട് കഴുകിയിട്ട് വന്ന് എൻ്റെ വിശപ്പിൻ്റെ കാഠിന്യം കൊണ്ട് ഞാനൊരു ബനാന പപ്സ് എടുത്തപ്പോഴാണ് ഈ തെണ്ടിക്ക് ഒരു കുഴപ്പമില്ല കേട്ടോ. ആ മരുന്ന് കുടിച്ചത് കൊണ്ടാണോ അതാ ഈ ബനാന പപ്സ് കണ്ട് എൻ്റെ ആക്രാന്തമാണെന്ന് അറിയാൻ വയ്യ. 10-15 ദിവസമായിട്ട് ഒരുപോലെ പട്ടിണി കിടന്നവനാണ് എൻ്റെ കയ്യിൽ നിന്ന് പിടിച്ച് വാങ്ങിക്കുന്നത്.